ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് സത്യത്തിൽ ഹർഷ ഇത് കണ്ടപ്പോൾ, പ്രത്യേകിച്ചും ബേബിയൊക്കെ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കണ്ടപ്പോൾ, നമ്മുടെ സുഹൃത്തായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ ഈ CJP സമരം കഴിഞ്ഞന്ന് രാത്രി ഞാൻ പിറ്റേന്നാണ് കണ്ടത്, അദ്ദേഹം ബേബിയെയും മറ്റുമൊക്കെ വലിയ തോതിൽ പരിഹസിക്കുന്നത് എട്ടുകാലി മമ്മൂഞ്ഞെന്ന് വിളിച്ചത്. എട്ടുകാലി മമ്മൂഞ്ഞാണ്, ഇവർക്കിതിനകത്ത് യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ഇവരെന്തിനാണ് ഇതിൻ്റെ ഒരു നേതൃത്വമൊക്കെ വന്ന് അവകാശപ്പെടുന്നത് എന്ന മട്ടിൽ അദ്ദേഹം പരിഹസിക്കുന്നതൊക്കെ കേട്ടത് നമ്മൾ കേട്ടല്ലോ, അതെല്ലാവരും കേട്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അറിവും പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അല്ല ഈ ഡൽഹി പോലീസിനും അവർക്ക് പിന്നിലുള്ള ആളുകൾക്കും ഈ RSSന് തന്നെയും രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ പിന്നിലെ രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയായ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ RSSന് തന്നെയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഒന്ന്, ഓർഗനൈസറുടെ ലേഖനത്തിൽ ഈ CJP പ്രൊട്ടസ്റ്റിൻ്റെ ടോട്ടൽ കുറ്റവാളികളായിട്ട് കുറ്റപ്പെടുന്നത് ഈ CPM-മാരെ SFI-ക്കാരെയാണ്. ഇവരുടെ ഫോട്ടോ, ഈ ഐഷ ഘോഷിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് ആ ലേഖനം അടിച്ചു വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ CJP-യുടെ ഏതെങ്കിലും നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹി പോലീസ് പോയിരിക്കുന്നത് ഈ SFI-കാരിയായിട്ടുള്ള 30 വയസ്സുള്ള ആ ഒരു യുവ നേതാവിനെയാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത്. ആളും മനുഷ്യനും ഇല്ലാത്ത, അതായത് നമ്മുടെ തന്നെ അറിവിൽ എത്രയോ MP-മാരുണ്ടായിരുന്നൊരു കാലം CPM-നും CPI-ക്കൊക്കെ ഉണ്ട്, ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ട്. ഇപ്പോൾ അത്രയ്ക്കൊന്നും ശക്തിയില്ലാത്ത ഈ പാർട്ടി ഓഫീസിലേക്കാണ് സത്യത്തിൽ ഇവർ കയറി ചെന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അപ്പോൾ എന്താണ് CJP പ്രൊട്ടസ്റ്റ് ഈ രാജ്യത്തിൻ്റെ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം കണ്ട ഏറ്റവും സുപ്രധാനമായ പ്രൊട്ടസ്റ്റിൽ CPM-നും അവരുടെ സംഘടനകൾക്കുള്ള പങ്ക് എന്നത് സംബന്ധിച്ച സംശയത്തിൻ്റെ കാര്യമേ ഇല്ല. അത് എട്ടുകാലി മമ്മൂഞ്ഞായതുകൊണ്ടല്ല, അവരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അവകാശികളെന്നത് മറ്റെല്ലാവരും തിരിച്ചറിയുന്നു എന്നൊരു കാര്യമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. ജന്തർ മന്ദറിൽ കണ്ട CJP-യുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു മുന്നേറ്റമാണ്, ഒരു വലിയ മുന്നേറ്റം. അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു മുന്നേറ്റം. മറ്റേത് ഇവിടെ വ്യവസ്ഥാപിതമായ എല്ലാ നിയമ സംവിധാനത്തിനകത്തും നിന്നുകൊണ്ടും ദീർഘമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്, വിദ്യാർത്ഥി സംഘടനകളാണ്, എല്ലാ ഈ പറഞ്ഞ സമരങ്ങളിലും ഏർപ്പെടുന്ന സംഘടനകൾ. അപ്പോൾ അവർക്ക് കേസുകളുണ്ടാവും. ഇനി ഇവിടേക്ക് CJP വരുന്നതിന് മുൻപ് ഐഷ ഘോഷിൻ്റെ സാന്നിധ്യം ഇദ്ദേഹം തന്നെ ഉറപ്പാക്കിയിരുന്നു. ഇത് അഭിജിത്ത് ദീപ്കെ തന്നെ ഉറപ്പാക്കിയിരുന്നു എന്ന് നേരത്തെ, ഇത് സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ എട്ടുകാലി മമ്മൂഞ്ഞ് MA ബേബി വെളിപ്പെടുത്തിയിരുന്നതാണ്. അതും നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള പരാമർശങ്ങളും പരിഹാസവും ഉണ്ട്. ഇൻഫോ പോരാ, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം അത് വെളിപ്പെടുത്തിയിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ആസൂത്രണം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അതുകൊണ്ട് തന്നെയാണ് CJP നന്ദി അറിയിച്ചുകൊണ്ടുള്ള എക്സ്പോസ്റ്റ് വന്നതും, ഇവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട്. അതിനൊപ്പമാണ് ഓർഗനൈസറിൽ ലേഖനം വരുന്നത്, ഇവരാണ് ഇതിന് പിന്നിൽ, ഇവർ ചൈനീസ് ചാരന്മാരാണ്. ഇതിനിടയ്ക്ക് അർണബ് ഗോസ്വാമി ആഞ്ഞു പണി എടുക്കുന്നുണ്ടല്ലോ MA ബേബിയെ ചൈനീസ് ചാരനാക്കാനും. ആ കൂടെ രണ്ടുപേരുടെ പേരൂടെ പറയുന്നുണ്ട്, ആദർ സജ്ജിയുടെയും ഐഷ ഘോഷിൻ്റെയും. ഈ രണ്ട് പേരുകളും അവിടെയുണ്ട്, ഏത് ഈ ചൈനീസ് ചാരന്മാരെന്ന് മുദ്രകുത്താൻ. അപ്പോൾ ഇന്ത്യയിൽ ഒരു അർണബ് ഗോസ്വാമി മാത്രമല്ലല്ലോ ഉള്ളത്, അർണബ് ഗോസ്വാമിമാർ ഒത്തിരി പേരുണ്ട്. ആ അർണബ് ഗോസ്വാമിയിൽ പെടുന്ന ഒരു സഹോദരനാണ് നമ്മുടേതും. അദ്ദേഹം ആ മട്ടിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തി ഇകഴ്ത്തി കാട്ടാനുള്ള ഒരു ശ്രമം നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ ഇൻഫോ എടുത്തിട്ടല്ല അദ്ദേഹം ആ ഇടപെടലൊക്കെ നടത്തിയത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കുഴപ്പം.